ഷിപ്പിലെ ജിംനേഷ്യം. സോ ക്രൂവിനുള്ള ജിം, ക്രൂവിന് കമ്പനി പ്രൊവൈഡുള്ള ഫ്രീ ക്രൂ ജിം, അതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതിപ്പോൾ ഉള്ളത് ക്രൂവിൻ്റെ ജിമ്മാണ് പാസഞ്ചർ ഷിപ്പിൽ. ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെയുണ്ട്, എല്ലാം ഫ്രീ ആണ്. സോ ഷിപ്പിൽ തന്നെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഡൗട്ടുണ്ട്, ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ വർക്കൗട്ടൊക്കെ മുടങ്ങുമോ, പിന്നെ എങ്ങനെയാണ് അവർ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്, ഉള്ള ഐറ്റംസാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ആരെയും കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പലവരും ഡ്യൂട്ടി ടൈമാണ്. പലവരും ഡ്യൂട്ടി ടൈം അനുസരിച്ചിട്ടാണ് ഷിപ്പിൽ വർക്കൗട്ടിനൊക്കെ വരുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. അങ്ങനെ ഓരോരുത്തരുടെ താല്പര്യം പോലെയാണ് എല്ലാവരും വന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളൊരു നാട്ടിലുള്ള മൾട്ടി ജിം എങ്ങനെയാണോ അതുപോലെ ചെറിയൊരു ജിം വേണമെങ്കിൽ പറയാം. എല്ലാ എക്യുപ്മെൻറ്റ്സും വെച്ചിട്ടാണ് അവർ റൺ ചെയ്യുന്നത്. ഗസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ് വേറെ ജിമ്മുണ്ട്. ഇത് ക്രൂവിന് വേണ്ടിയാണ്. സോ 800 ക്രൂ ഉണ്ട് ഓൺ ബോർഡ്. 800 ക്രൂവിന് വേണ്ടി കമ്പനി പ്രൊവൈഡുള്ള ജിമ്മാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. ഇത് ഡംബിൾസിൻ്റെ സെക്ഷനാണ്. പല പല സൈസിലായിട്ടാണ് ഡംബിൾസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ബോർഡ് ലേഡീസും ജെൻസും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് വന്നിട്ടൊക്കെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് അതിൻ്റെ പല സൈസിലുള്ള ലോ സൈസിലൊക്കെ ആയിട്ട് ഡംബിൾസ് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ബെഞ്ചസ് ആണ്. ഓരോരുത്തർ വർക്കൗട്ട് ചെയ്തിട്ട് ബെഞ്ചസൊക്കെ വാരി ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത്. അറേഞ്ച്മെൻ്റ് ഒക്കെ കുറവാണ്. അങ്ങനെ പ്രത്യേകിച്ച് നോക്കാനൊന്നും ആൾക്കാരൊന്നുമില്ല. എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ വേണം എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട്. വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണം ഇത് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് പോകാനായിട്ട്. അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല പല എക്യുപ്മെൻറ്റ്സും വാരി വെതറി കിടക്കുന്നത്. അതിനെ പ്രത്യേകിച്ച് നോക്കാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതേപോലെ കറക്റ്റ് ക്രമീകരിച്ച് വെച്ചിട്ട് പോകാൻ സാധിക്കും. സോ ഫുള്ള് ലൈറ്റ്, ഫുള്ള് നല്ല അറേഞ്ച്മെൻറ്റ്, ഫുൾ ഗ്ലാസ്. നമുക്ക് ഇപ്പോൾ നാട്ടിലേക്ക് കമ്പയർ ചെയ്ത് കാണാൻ സാധിക്കുന്ന വലിയ മൾട്ടി ജിം അതുപോലെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പാസഞ്ചർ ഷിപ്പിലുള്ള ക്രൂവിന് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ജിം. സോ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും, ഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ വർക്കൗട്ടൊക്കെ മുടങ്ങുമോ. അതിനുള്ള ചെറിയൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. പല പല ഷിപ്പുകളിലും പല ഡിപ്പെൻഡാണ്. നിങ്ങളിപ്പോൾ വേറെ വലിയ ഷിപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇതൊരു മിഡിൽ ക്ലാസ്, അതായത് മിഡിൽ ലെവൽ ക്രൂസ് ഷിപ്പാണ്. സോ അതുകൊണ്ടാണ് ചെറിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ കാണുന്നത്. ജിം അത്ര വലുതല്ലെങ്കിലും ചെറിയൊരു ജിമ്മാണ്. പക്ഷെ എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്കിവിടെ ഓൺ ബോർഡ് ഉണ്ട്. എല്ലാവരും അങ്ങനെ എല്ലാ ദിവസവും വരാറൊന്നുമില്ല. ആവശ്യമുള്ള ആൾക്കാർ വരും, വർക്കൗട്ട് ചെയ്യും, പോകും. ഇതാണ് ചെറിയൊരു ജിം. എന്നാലും നമുക്ക് ആവശ്യമുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. സോ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഒരു പാസഞ്ചർ ഷിപ്പിലെ ജിം എങ്ങനെയാണ്. ഇതാണ് പാസഞ്ചർ ഷിപ്പിലുള്ള ക്രൂവിനുള്ള ജിം.